പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ് വേണം, മാത്തമാറ്റിക്കൽ സാധനങ്ങൾ വേണം. തന്നെയല്ല നമ്മൾ ഈ ഇത്തരം ഒരു പ്രോബ്ലം തുടങ്ങുന്നത് ബ്ലാങ്ക് ആയിട്ടാണ്. നിങ്ങൾ കുട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ കുട്ടിയുടെ മൈൻഡ് ബ്ലാങ്ക് ആണ്. ഇനീഷ്യലി നിങ്ങൾ അയാൾ അങ്ങനെ തുടങ്ങുമ്പോൾ ദർ ഇസ് നത്തിങ്. അയാൾക്ക് അൽഗോരിതം ഇല്ല, അയാൾക്ക് ഹി ഹാസ് എ ബ്രെയിൻ, റോ ബ്രെയിൻ. ആ ബ്രെയിനിന് നമ്മൾ ഓരോ ഒബ്ജക്ട്സ് കാണിച്ച് കൊടുത്തിട്ടാണ് ട്രെയിൻ ചെയ്യുക. ഇതേപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ അൽഗോരിതത്തെ ട്രെയിൻ ചെയ്യേണ്ടത്. അതായത് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളെ ട്രെയിൻ ചെയ്യേണ്ടത് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഓരോ ഇപ്പൊ നമ്മൾ എന്ത് തരം പ്രോബ്ലത്തിലേക്ക് പോയാലും ആ പ്രോബ്ലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതംസിന് കൊടുക്കുകയാണ്. ഞാൻ അൽഗോരിതംസ് എന്താണെന്ന് തൊട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. അപ്പൊ നമുക്ക് ഏത് പ്രോബ്ലത്തിനാണെങ്കിലും നമുക്ക് വേണ്ടത് ആയിരക്കണക്കിന് ഇൻസ്റ്റൻസസ് ഓഫ് ഡേറ്റ ആണ്. അപ്പൊ നിങ്ങളുടെ ഗൂഗിളും അതുപോലെ ആപ്പിളും ആമസോണും ഒക്കെ നിങ്ങളുടെ ഡേറ്റ എടുക്കുന്നത്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇമെയിൽ തരുന്നത്, നിങ്ങൾക്ക് യൂട്യൂബ് തരുന്നത്, ഇതെല്ലാം ഈ ഡേറ്റ പർപ്പസിനുണ്ട്. അവര് പലതരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡേറ്റ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി, നമ്മുടെ പർച്ചേസിംഗ് ഹിസ്റ്ററി, ഇങ്ങനത്തെ 100 കണക്കിന് ഡേറ്റ ഈ കമ്പനികൾ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത ഡേറ്റ എന്ന ഒരു ഫീച്ചറുകൾ ഉണ്ടാക്കും. ആ ഫീച്ചറുകളുടെ പുറത്താണ് ഇവരുടെ പല ഓപ്പറേഷൻസും നടക്കുക. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് അവന്മാര് നമ്മുടെ ഡേറ്റ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത്, നമുക്ക് തന്നെ തരികയാണ് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കി വെച്ചാൽ മതി. മോസ്റ്റ് ഓഫ് ദി ന്യൂവർ പ്രോബ്ലം എന്താ, നമ്മുടെ ഇപ്പൊ ഇനി നിങ്ങളുടെ ജനറേഷനിൽ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന എല്ലാത്തരം എഞ്ചിനീയറിംഗ് പ്രോബ്ലംസും ഇതുപോലെ ഡേറ്റ ഡ്രിവൺ ആയിരിക്കും. അപ്പൊ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പൈത്തൺ പോലെയുള്ള ഫ്രെയിംവർക്ക് പഠിക്കുക, ഒരു പൈത്തൺ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ പഠിക്കുക. അപ്പൊ ഞാൻ I will take a very brief lecture. Maybe I will stop by around 3:15 because I have some other due. So I will explain what exactly is data and how what we need to know about it. And then I think I will stop this preliminary lecture today. Tomorrow we will start up with actual Python, how to install things like that. So I have populated both College of Engineering Karunagapalli and Kalupara Moodles with this course. So you should be able to log into your Moodle and see the content of my last lecture, as well as I will be posting some more content today. So for attingal, I have already done it, and Karunagapalli and the Kalupara, I have populated this thing, but I think I didn't see students in Kalupara. You can speak to your sysadmin there and get access to the course material and course. And so let us come back to this presentation. I think around 60 people have come from. Okay, that's what I was expecting also. So where is my slide? Okay, probably this one. So this was where we left off yesterday. So like we tried to fix buses and cars. Now, as I told you yesterday, we need this kind of math. With this, we will be seeing in later semesters. And now every machine learning problem will be defined like this. You needed to define a problem. Your problem statement in this, our last case, was recognize between bus and car. Now, once you define a problem, you need to collect loads of example data. If the bus and car ആണെങ്കിൽ ബസ്സിന്റെയും കാറിന്റെയും പടങ്ങൾ ആയിരക്കണക്കിന് കളക്ട് ചെയ്യണം. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ ഫീച്ചറുകൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ somebody has joined back again. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, so what you need is to identify possible algorithms. There are n number of machine learning algorithms. We will be seeing one by one some of them. Then if you take one algorithm, you train the algorithm with the data. You train the algorithm with the data. Then you validate the algorithm. So അപ്പം ഞാൻ അതിന്റെ എക്സാമ്പിൾസ് പറയാം. നമ്മൾ ആദ്യം ബസ്സും കാറും കുട്ടിയെ കുറെ ബസ്സുകളും കാണിച്ചു കൊടുത്തു. അതിനുശേഷം വാലിഡേറ്റ് ചെയ്യാനാണ് കട്ടപ്പുറത്ത് ഇരുന്നൊരു ബസ് കാണിച്ചു കൊടുത്തു. അത് ആ വാലിഡേഷൻ പ്രോസസ്സാണ്. നമ്മൾ അവന്റെ ട്രെയിനിങ് കറക്റ്റ് ആയോ എന്നറിയാം. ഇത് തന്നെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളിലും ചെയ്യുക.
നമ്മളൊരു വലിയ സെറ്റ് ഡേറ്റ കൊണ്ട് ട്രെയിൻ ചെയ്യും, വേറൊരു സെറ്റ് ഡേറ്റ കൊണ്ട് വാലിഡേറ്റ് ചെയ്യും. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വി വിൽ റീട്രെയിൻ ദി അൽഗോരിതം. അപ്പൊ ഇതാണ് ഒരു ജനറൽ സ്കീം ഓഫ് തിങ്സ്. ഇത്തരം നമ്മുടെ ഈ കോഴ്സിൽ നിങ്ങൾ മേ ബി ഒരു സിംഗിൾ കോഴ്സ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 കോഴ്സിന്റെ ഒരു സീക്വൻസ് ആണ്. ഈ എൻഡ് വരെ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങളൊരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യും, അതിന് ഡേറ്റ ഉണ്ടാക്കും, ഈ ഡേറ്റയെ നിങ്ങൾ ട്രെയിൻ ചെയ്യും, വാലിഡേറ്റ് ചെയ്യും, ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് തിങ്സ് ആയിരിക്കും ചെയ്യാൻ പോകും. ഓക്കെ, now on I will briefly explain a little bit of theoretical side, very little. Don't worry, this is nothing intimidating. See, this is there are 3 types of things probably we see. You see supervised machine learning, unsupervised machine learning, reinforcement training. So supervised machine learning is something like the one I explained yesterday. You supervise a kid, you supervise him and he learns. Unsupervised learning എന്ന് പറയുന്നത്, അതിനൊരു എക്സാമ്പിൾ മലയാളത്തിലുണ്ട്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളത്തിൽ ചാടുവിനെ കണ്ടാൽ പേടിക്കുമെന്ന് അല്ലെ പറയുന്ന ഒരു എക്സാമ്പിൾ കേട്ടിട്ടില്ലേ? അപ്പൊ പൂച്ച എന്ത് ചെയ്യുന്ന വെച്ചാൽ പൂച്ച സ്വന്തമായിട്ട് ചൂടുവെള്ളത്തിൽ നിന്ന് ചാടി നോക്കും. അപ്പോൾ അതൊരു കാര്യം ലേൺ ചെയ്യും. അപ്പൊ അങ്ങനെ അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് ലേണിങ് നമ്മുടെ ഇതിനകത്തുണ്ട്. നമ്മൾ പലതും ഇങ്ങനെ പരീക്ഷ നോക്കിയിട്ട് ലേൺ ചെയ്യും. അപ്പൊ അത്തരം ലേണിംഗ് അൽഗോരിതംസ് നമുക്ക് പോസിബിൾ ആണ്. ഇനി ഇത് കൂടാതെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, അപ്പൊ നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ആയിട്ടും സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ലേണിംഗ് ഉണ്ട്. ഇതിന്റെ കൂടെ വേറെ ആരെങ്കിലും ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ 3 തരം തിയററ്റിക്കൽ വേരിയേഷൻസ് ആണ് മെഷീൻ ലേണിംഗ് അൽഗോരിതം. യു ഫോർഗെറ്റ് ഇറ്റ്, ഡോണ്ട് വറി, ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ് മച്ച്. ഇനി നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ പഠിക്കണമെങ്കിൽ, നിങ്ങൾ മെഷീൻ ലേണിംഗ് അൽഗോരിതം ടെസ്റ്റ് സാമ്പിൾ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ 100 കണക്കിന് ഡേറ്റ സെറ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒരു കാര്യം ഡേറ്റ ആണ്. എന്ത് മെഷീൻ ലേണിംഗ് അൽഗോരിതം ചെയ്യണമെങ്കിൽ നമുക്ക് ഡേറ്റ ആണ് വേണ്ടത്. അപ്പോ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ട് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് പഠിക്കേണ്ട ആൾക്ക് നോക്കാവുന്ന ചില സൈറ്റുകളാണ് ഇതെല്ലാം. എർവിന്റെ മെഷീൻ ലേണിംഗ് റെപ്പോസിറ്ററി, ആമസോണിന്റെ ഡേറ്റ സെറ്റ്, മിഡിൽബറിയുടെ കമ്പ്യൂട്ടർ വിഷൻ ഡേറ്റ സെറ്റ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതിന് വേണ്ട ഡേറ്റ സെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കൂടാതെ കാഗിൾ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോട്ട് റിട്ടൺ ഹിയർ, കാഗിൾ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, KAGGL kaggle.com എന്നൊരു സൈറ്റ് ഉണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് കോമ്പറ്റീഷൻസ് പോസിബിൾ ആണ്. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ കോഴ്സിന്റെ കുറച്ച് എത്തിക്കഴിയുമ്പോൾ യു ഷുഡ് ജോയിൻ കപ്പിൾ ഓഫ് കാഗിൾ കോമ്പറ്റീഷൻസ്. അപ്പൊ അത് നിങ്ങളുടെ സ്കിൽസിനെ ടെസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ നല്ല പലപ്പോഴും നിങ്ങൾക്ക് ഈ അതുവഴി ജോബ് ഓപ്പർച്യൂണിറ്റീസും മറ്റ് ഓപ്പണിങ്സും വരാൻ ചാൻസ് ഉണ്ട്. സോ ഐ വിൽ ടേക്ക് എ ലെക്ചർ ഓൺ ബ്രീഫ് intro to Kaggle later. Okay, these are the possible sources from where you will get data. Now, ഇനി വേണ്ടതിന് ടൂൾ സെറ്റ് ഉണ്ട്. നമ്മൾ മെഷീൻ ലേണിംഗിലേക്ക് പോകുമ്പോഴത്തേക്ക് യു നീഡ് എ സെറ്റ് ഓഫ് ടൂൾസ് ടു ഡു. അപ്പൊ നിങ്ങൾ ആരും സ്ക്രാച്ചിൽ നിന്ന് കോഡ് എഴുതിയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഒരാളും ഈ കോഴ്സുകളിലൊന്നും മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ മാത്തമാറ്റിക്കൽ സൈഡിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളെ സ്ക്രാച്ചിൽ നിന്ന് കോഡ് എഴുതി ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് ലൈബ്രറികൾ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പൊ അതില് ഞാൻ അതിനെ ഒന്ന് ജസ്റ്റ് പറയാം. അപ്പൊ ഇതെല്ലാം പൈത്തൺ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ യഥാർത്ഥത്തില് 2 സ്ട്രീം ഉണ്ട്. യു ക്യാൻ വർക്ക് ഓൺ പൈത്തൺ ഓർ ദർ ഇസ് ആൻ ഓൾട്ടർനേറ്റ് തിങ് കോൾഡ് ആർ എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉണ്ട്, അതിൽ വർക്ക് ചെയ്യാം. സോ അവർ course is designed on Python, so we will concentrate on Python. Essentially Python ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തന്റെ പുറത്ത് 100 കണക്കിന് ലൈബ്രറികൾ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള മെഷീൻ ലേണിംഗ് ആളുകളുടെ പ്രധാനപ്പെട്ട ലൈബ്രറികളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ കാണുന്നത്. ദിസ് ഇസ് നോട്ട് വെരി എക്സ്റ്റെൻസീവ്, ബട്ട് ദർ ആർ ലോഡ് ഓഫ് അതർ തിങ്സ്. ഇത് ഞാൻ എന്താണെന്ന് പറയാം. ആദ്യം തന്നെ മാറ്റ് പ്ലോട്ട് ലിബ്, താഴെ തുടങ്ങാം, ഏറ്റവും താഴെ മാറ്റ് പ്ലോട്ട് ലിബ് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ പർപ്പസ് പ്ലോട്ടിങ് നടത്താനാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഡേറ്റയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടുകളെയൊക്കെ പ്ലോട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ പ്ലോട്ട് ചെയ്യാനുള്ള ഒരു ലൈബ്രറിയാണ് ഈ മാറ്റ് പ്ലോട്ട് ലിബ്. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ മാറ്റ് പ്ലോട്ട് ലിബിന്റെ ഒരു കുഞ്ഞു ട്യൂട്ടോറിയൽ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഈ മാറ്റ് പ്ലോട്ട് ലിബ് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഈ കോഴ്സിന് ഇടയിൽ ഞാൻ മാറ്റ് പ്ലോട്ട് ലിബ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഞാൻ അതിന്റെ ലിങ്ക് വിടും. യു ഷുഡ് ലേൺ വാട്ട് ഈസ് മാറ്റ് പ്ലോട്ട് ലിബ്.
അടുത്തത് സൈക്കിറ്റ് ലേണർ. ഇതാണ് പൈത്തണിന്റെ പ്രധാനപ്പെട്ട മെഷീൻ ലേണിംഗ് ലൈബ്രറി. സൈക്കിറ്റ് ലേൺ എന്നാണ് വിളിക്കുക. ഇത് വളരെ മെച്യൂർ ആയിട്ടുള്ള ലൈബ്രറിയാണ്. ഇത് പലതരം ഡിവൈസുകളിൽ, നിങ്ങളുടെ മൊബൈൽ ഫോൺ മുതൽ വമ്പൻ കമ്പ്യൂട്ടറുകൾ വരെയുള്ള പലതരം സ്ഥലങ്ങളിൽ ഈ ലൈബ്രറി ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഡ് എഴുതുകയോ ഓപ്പറേഷൻസ് നടത്തുകയോ. ഇനി ഇതിന്റെ മുകളിൽ തിയാനോയും ടെൻസർ ഫ്ലോയും രണ്ട് കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള രണ്ട് ലൈബ്രറികളാണ്. അത് പ്രധാനമായിട്ടും ഡീപ്പ് ലേണിംഗ്, കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ, അങ്ങനത്തെ സാധനങ്ങൾ, ന്യൂറൽ നെറ്റ്വർക്കുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്രാഫ് അൽഗോരിതംസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ലൈബ്രറികളാണിത്. അതിന്റെ മുകളിൽ കേരാസ്, പാണ്ടാസ്, നംപൈ എന്നൊക്കെ പറഞ്ഞ ചില ലൈബ്രറി. നംപൈ യഥാർത്ഥത്തിൽ നമ്പർ മാനിപ്പുലേഷൻസ് ഉണ്ട്. പാണ്ടാസ് മേ ബി ലൈക്ക് ഒരു എക്സൽ. കേരാസ് ഈസ് ഓൾസോ അനദർ മെഷീൻ ലേണിംഗ് ലൈബ്രറി. അപ്പൊ ഇങ്ങനെ വലിയൊരു സെറ്റ് ലൈബ്രറികൾ പൈത്തണിൽ ലഭ്യമാണ്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടെ പഠിച്ചെടുക്കാനാകുകയില്ല, അത് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പം ഇന്ന ലൈബ്രറികളുണ്ട്, ഇതായിരിക്കണം ഇതിന് ഉപയോഗിക്കേണ്ടതെന്നുള്ള ആ ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ പർട്ടിക്കുലർ ലൈബ്രറിയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് പർട്ടിക്കുലർ ലൈബ്രറി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കോഡ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ അതിനും കൂടെയാണ് ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, നൗ ലെറ്റ് us this I think these both I will skip. ഇനി മെഷീൻ ലേണിംഗിന്റെ പ്രധാന അൽഗോരിതംസ് എന്താണെന്ന് ഞാൻ പറയാം. പ്രധാനപ്പെട്ട അൽഗോരിതങ്ങൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആ ബസ്സും കാറും തമ്മിൽ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഒരു പ്ലെയിൻ വരയ്ക്കുക ചെയ്യും. അപ്പൊ ദാറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് അൽഗോരിതം. അത് സപ്പോർട്ട് വെക്ടർ മെഷീൻ ഇവിടെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. അതിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഈ ഞാൻ നേരത്തെ വരച്ച് കാണിച്ച ആ ഒരു പ്ലെയിൻ ഈ സപ്പോർട്ട് വെക്ടർ മെഷീൻ്റെ ഒരു ക്രൂഡ് ഫോം ആണ്. ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് തിങ്. അപ്പൊ നമ്മളത് എനിക്കൊന്ന് ഹയർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഈ ഓരോ അൽഗോരിതം നിങ്ങൾ പഠിക്കും. കെ നിയറസ്റ്റ് നെയ്ബർ, ദാറ്റ് ഈസ് എ വെരി തിങ് ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ നൗ. ഡിസിഷൻ ട്രീസ്, റാൻഡം ഫോറസ്റ്റ്, ന്യൂറൽ നെറ്റ്വർക്കുകൾ, ഇങ്ങനെ നിരവധി അൽഗോരിതങ്ങൾ ഉണ്ട്. സോ ഐ തിങ്ക് ഐ വിൽ സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് പീപ്പിൾ ആഫ്റ്റർ 10 minutes or so. The latecomers may notice, please. So, okay. So these are the algorithms. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഈ സൈക്കിറ്റ് ലേണിലേക്ക് ഇതെല്ലാം റെഡിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു വേറെ എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യണമെങ്കിലോ, നിങ്ങൾക്കൊരു മറ്റേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണോ, യു ക്യാൻ ജസ്റ്റ് പുൾ ഇൻ ദീസ് തിങ്സ്. ഇത് പുൾ ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാം. സോ സംബഡി ഹസ് ജസ്റ്റ് അഗൈൻ ട്രൈങ് ടു ജോയിൻ. Christine Sam, okay. So I'm just admitting him. Christine, you should come next time in time. So the most important thing you need is your data. This is the most important thing you need. അപ്പോൾ ഇതുകൊണ്ടാണ് എല്ലാ കമ്പനികളും ഡേറ്റ, നമ്മുടെ ഇപ്പോൾ ഡേറ്റ വിവാദമൊക്കെ ഉണ്ടായി. യു മൈറ്റ് ബി റീഡിംഗ് പേപ്പേഴ്സ്. ഇതെല്ലാം ഈ ഡേറ്റ ഇൻ ഫ്യൂച്ചർ, ഡേറ്റ ഇസ് ലൈക്ക് ഓയിൽ. ഡേറ്റ ഡ്രിവൺ ആണ് നമ്മുടെ എൻറ്റയർ വരാൻ പോകുന്ന മൊത്തം ലോകം. അപ്പൊ അതുകൊണ്ട് ഈ ഡേറ്റ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡേറ്റയുടെ വിഷയം, ഡേറ്റയിലേക്ക് ഞാൻ വരികയാണ്. ഡേറ്റയിൽ വരുമ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ട്രെയിൻ ചെയ്യാനായിട്ട് മില്യൺസ് ഓഫ് ഇൻസ്റ്റൻസസ് വേണം. ഈ മില്യൺസ് ഓഫ് ഇൻസ്റ്റൻസ് ഓഫ് ഡേറ്റ വേണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇമേജ് നെറ്റ് എന്ന് നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ, നിങ്ങളുടെ ഗൂഗിളിൽ പോയിട്ട് ഇമേജ് നെറ്റ് എന്ന് സെർച്ച് ചെയ്താൽ യു വിൽ ഫൈൻഡ് എൻ ഇമേജ് ഡേറ്റ സെറ്റ്. അത് 10 വർഷം കൊണ്ടോ മറ്റോ ബിൽഡ് ചെയ്ത ഒരു ഇമേജ് ഡേറ്റ സെറ്റ് ഉണ്ട്. ഇമേജ് നെറ്റ് എന്നാണ് അതിന്റെ പേര്. അത് സ്റ്റാൻഫോർഡിലെ ഒരു പ്രൊഫസർ ഫേ ലീ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് അതിന്റെ പുറകിലെ ഈ ഇമേജ് നെറ്റ് എന്ന് പറഞ്ഞ ഡേറ്റ സെറ്റിന്റെ പുറകിൽ പ്രവർത്തിച്ചത്. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ അതില് 22 മില്യൺ ഇമേജസ് വരാം, വിവിധ കാറ്റഗറി. നമ്മുടെ ലോകത്ത് കാണുന്ന പലതരം ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതിന്റെ പുറത്താണ് ആ ഇമേജ് നെറ്റ് ഡേറ്റ സെറ്റിന്റെ പുറത്താണ് ഇപ്പോൾ പല ഒബ്ജക്ട് റെക്കഗ്നീഷൻ സാധനങ്ങൾ, കൊമേഴ്സ്യൽ പ്രോഡക്റ്റുകൾ. ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെ സാധനങ്ങളെല്ലാം കാർ ഓടിച്ചു പോകുമ്പോൾ റോഡിന്റെ നടുവിൽ ചിലപ്പം പല സാധനം നിൽക്കാം. മനുഷ്യർ നിൽക്കാം, സൈക്കിൾ നിൽക്കാം, മേ ബി ജിറാഫ് നിൽക്കാം, ആന നിൽക്കാം, അങ്ങനത്തെ പല സാധനങ്ങൾ. അപ്പൊ നിങ്ങളുടെ കാറിലിരിക്കുന്ന ആ പർട്ടിക്കുലർ അൽഗോരിതം ഇതെല്ലാം റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടി ഉണ്ടാക്കിയ വമ്പൻ ഒരു ഡേറ്റാബേസ്. യു ഷുഡ് ആസ് എൻ എക്സർസൈസ്, all of you should see
look at that website. I will post a link to Dr. Fefeli's lecture. There's a 10 minutes lecture. She given a TED talk. TED talk ഡോക്ടർ ഫെഫേലി കൊടുത്ത ഒരു 10 മിനിറ്റ് ലെക്ചർ ഉണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഷീൻ ലേണിംഗിന്റെ പ്രോസ്പെക്ട്സ് എന്താണെന്ന്, അല്ലെങ്കിൽ എന്തുമാത്രം പവർഫുൾ, എന്തുമാത്രം പെയിൻ ആണ് ഇതിന്റെ പുറകിൽ അവർ എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാവും. സോ ദാറ്റ് ഇസ് as an exercise, I will put that. So what I was telling is that when you work with machine learning, you need tens and tens of data. But data ആവശ്യത്തിനില്ലെങ്കിൽ നിങ്ങളുടെ പരിപാടി വർക്ക് ചെയ്യില്ല. ഇനി ഡേറ്റ റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം. നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബസ് മാത്രം കളക്ട് ചെയ്യും, കുട്ടീനെ ബസ് മാത്രം കാണിച്ചു കൊടുത്തിട്ട് ഒരു കാർ മാത്രം കാണിച്ചു കൊടുത്താൽ അവന് ചില കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് ഈക്വൽ നമ്പർ എല്ലാ ക്ലാസ്സിലെയും എല്ലാ സാധനത്തിന്റെ ഈക്വൽ നമ്പർ ഓഫ് സാധനങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇനി ഡേറ്റയുടെ ക്വാളിറ്റി മോശം ഉണ്ടാവും. there are a lot of other things. So I am just leaving it. There is a paper, if you are interested, there is a paper by this person, you can read. So why data is important. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ബോറടിച്ചു കാണും, എനിക്കറിയാം. ഈ ഒരു ഉച്ച കഴിഞ്ഞിട്ട് നിൽക്കല്ലേ. അപ്പൊ ഇനി നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് ഞാനൊരു കഥ പറയാം. അപ്പൊ അത് ഒരു എക്സാമ്പിൾ ഡേറ്റ 1936 ഒരു ബയോളജിസ്റ്റ്, പേര് ഞാൻ പറഞ്ഞു, ഫ്ലവർ റോബർട്ട്, ഐ ജസ്റ്റ് forgot that guy's name. ഒരു ബയോളജിസ്റ്റ്, ഒരു ബോട്ടണിസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഡേറ്റ സെറ്റ് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ മെഷീൻ ലേണിംഗ് പഠിക്കുന്ന ആളുകളെല്ലാം ആദ്യം തന്നെ പരിചയപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഡേറ്റ സെറ്റ്. ഐറിസ് എന്ന് പറഞ്ഞൊരു ഫ്ലവർ, അത് കാലിഫോർണിയയിലെ ഏതൊരു വാലിയിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ പൂവാണ് ഈ ഐറിസ്. ഈ ഐറിസിന്റെ ഒരു സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ഇദ്ദേഹം ഈ ജസ്റ്റ് forgot his name, Robert some. Okay, I will post it on that link also. I will post it to the movie. So നമ്മുടെ സയന്റിസ്റ്റ് ഈ ഫ്ലവറുകളെ കുറിച്ച് പഠിക്കാനായിട്ട് പോയി. അപ്പൊ ഈ ഫ്ലവറുകളെ കുറിച്ച് പഠിക്കാനായിട്ട് അദ്ദേഹം പോയപ്പോഴത്തേക്ക് he found out that there are 3 kinds of species. 3 തരം ഈ ഫാമിലിയിൽ 3 തരം പൂക്കളുണ്ട്. ആ 3 പൂക്കളും തമ്മിൽ തിരിച്ചറിയാമോ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അദ്ദേഹം എടുത്തത്. അപ്പൊ ഇതിനു വേണ്ടി അദ്ദേഹം ഡേറ്റ കളക്ട് ചെയ്ത് നല്ല രസകരമായ രീതിയിലാണ്. നിങ്ങൾ ഈ പൂ നോക്കുകയാണെങ്കിൽ ഈ പൂവിന് 2 ലെയർ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പൂവിന് ഒന്നാമത്തെ ലെയറിൽ ഒരു പെറ്റൽ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. അത് ഞാൻ പടം വരച്ച് കാണിച്ചിട്ടുണ്ട്, പെറ്റൽ. ഇനി രണ്ടാമതൊരു ലെയർ ഉണ്ട്, അതിന് സെപ്പൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു പെറ്റലും ഉണ്ട്, ഒരു സെപ്പലുണ്ട് ഈ പൂവിന്. അപ്പൊ ഈ പൂക്കളെ തമ്മിൽ തിരിച്ചറിയാനായിട്ടാണ് ഇദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. പൂക്കളെ തിരിച്ചറിയാൻ പറ്റുമോ? അപ്പൊ എനിക്കൊന്ന് പൈത്തൺ ഞാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് തന്നെ തരാം. ഈ പൂക്കളുടെ ഈ ഡേറ്റ സെറ്റ് എടുത്തിട്ട്, ഓക്കെ, somebody else is again trying to join. So I think I have admitted Sachin, next time 10 minutes is the tolerance time. Okay. അപ്പൊ ഞാൻ നമ്മുടെ കഥയിലെ ത്രെഡ് പോയി സച്ചിൻ വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ again people are coming. No, I think I will deny. So our flower has 2 layers. An upper layer called petal and a lower layer called sepal. അപ്പൊ ഈ അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് 3 തരത്തിലുള്ള ഈ ഐറിസ് ഫ്ലവറുകൾ ഉണ്ടായിരുന്നു. 3 തരം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് 3 കാറ്റഗറി ഓഫ് ഐറിസ് ഫ്ലവറുകൾ. ഈ ഐറിസ് പൂക്കൾ 3 ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിൽ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള ഈ സംഭവം കമ്പ്യൂട്ടറിനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഇത് ഒരു മെഷർമെന്റ് കൊടുത്താൽ ഇത് ഈ പൂവാണോ അത് ആ പൂവാണോ എന്ന് പറഞ്ഞു തരണം. 3 കളറ് നോക്കി, വെർസി കളർ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ പെറ്റൽ വേറെ രീതിയിലാണ്, അതിന്റെ സെപ്പൽ വേറെ രീതി, ഇത് വേറെ രീതിയിലാണ്. ഇത് നമുക്ക് വിസിബിളി നമുക്ക് മനസ്സിലാവും ഇത് 3 തരമാണ്. 3 തരം, പക്ഷെ ഒരു ഫാമിലിയിലുള്ള പൂക്കളാണ്. അപ്പൊ അത് തിരിച്ചറിയുന്നതിന് ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെപ്പലും പെറ്റലിന്റെയും ഇതിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് സെപ്പലിന് ഒരു വിഡ്ത്ത് ഉണ്ട്, സെപ്പൽ വിഡ്ത്ത്. അതിന്റെ ആ ഇലയുടെ ഒരു എൻഡിൽ നിന്ന് ഒരു ഇലയുടെ വിഡ്ത്ത്, അതിന്റെ നീളം, അതിന്റെ വീതി, ഓരോന്നിന്റെ സെപ്പലിന്റെയും പെറ്റലിന്റെയും ലെങ്തും ബ്രെഡ്ത്തും ഇയാൾ മെഷർ ചെയ്യും. അങ്ങനെ 100 കണക്കിന് പൂക്കളുടെ
നൂറുകണക്കിന് പൂക്കൾ എടുത്തിട്ട് അതിന്റെ സെപ്പൽ ലെന്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെന്ത്, പെറ്റൽ വിഡ്ത്ത്. അപ്പൊ അങ്ങനെ 4 പാരാമീറ്റർ ഉള്ള ഒരു ഡേറ്റ സെറ്റ് ഇദ്ദേഹം ഉണ്ടാക്കി. ഇതാ നോക്കൂ, ഇതാണ് ആ ഡേറ്റ സെറ്റ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഡേറ്റ സെറ്റ് ഇരിക്കുക. നിങ്ങൾ മെഷീൻ ലേണിംഗ് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യാൻ പോയാൽ ഇങ്ങനെയുള്ള ഒരു ഡേറ്റ സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്യണം. നിങ്ങളൊരു പുതിയ ഇതുപോലത്തെ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കോളേജ് ക്യാമ്പസിലുള്ള മരങ്ങളെ തിരിച്ചറിയുന്ന, ഇലകളെ തിരിച്ചറിയുന്നതിനൊക്കെ ഉള്ള ഒരു ഡേറ്റ സെറ്റ് ഉണ്ടാക്കാം. ഇതുപോലെ സാധനം ഉണ്ടാക്കിയാൽ മതി. ഇദ്ദേഹം ചെയ്തത് എങ്ങനെയാണ്, സെപ്പൽ മെഷർ ചെയ്തു, ഒരു 100-150 മെഷർ ചെയ്തിട്ട് വാട്ട് ഹി ഡിഡ് വാസ് ഹി പ്ലോട്ടഡ് ഇറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ, ഇതാണ് ക്ലാസ്. ഈ പർട്ടിക്കുലർ ലെന്ത് വിഡ്ത്തും ഉള്ളത് വെർസിക്കളറാണ്, ഈ കണ്ടത് വെർജീനിക്കയാണ്, ഇത് സെറ്റൂസാണ്. അപ്പൊ ഇങ്ങനെ 10 മെനി നമ്പേഴ്സ് ഹി ടുക്ക്. ഇനി അടുത്തത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതിനെ അങ്ങനെ സ്കാറ്റർ പ്ലോട്ട് ചെയ്ത് അതിന്റെ 3 പാരാമീറ്റർ എടുത്ത്, 4 പാരാമീറ്റർ എന്നുള്ളത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 പാരാമീറ്റർ എടുത്ത് ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനെ സ്കാറ്റർ പ്ലോട്ട് 3D സ്പേസിൽ. അപ്പോൾ വെച്ചാൽ ഇവിടെ നോക്കിയോ, ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ സെപ്പൽ ലെന്ത് ആണ്, ഈ സൈഡിൽ പെറ്റൽ വിഡ്ത്ത് ആണ്, ഈ സൈഡിൽ പെറ്റൽ ലെന്ത് ആണ് കാൽക്കുലേറ്റ്. 3 പാരാമീറ്റർ എടുത്തിട്ട് ഇതിനെ പ്ലോട്ട് ചെയ്യും. അപ്പൊ പ്ലോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിയോ, ഒരു പർട്ടിക്കുലർ കളർ എല്ലാം ഇവിടെയാണ്. പച്ച നിറത്തിൽ കാണുന്നതെല്ലാം സെറ്റോസ ആണ്. അപ്പൊ ഇനി പുതിയൊരു പൂവിന്റെ മെഷർമെന്റ് എടുത്തുകൊണ്ട് വന്നാൽ സെറ്റോസ കാറ്റഗറിയാണ്. അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, ഈ പച്ചയ്ക്ക് അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ സോ യു ക്യാൻ വെരി ഈസിലി കൺക്ലൂഡ് ദാറ്റ് വിത്തിൻ ദാറ്റ് സ്പിയർ, ആ പച്ചയുടെ ഒരു ചുറ്റുവട്ടത്തുള്ള ആണെന്നിരിക്കട്ടെ, ഒരു പച്ചയ്ക്ക് ഒരു 10 സെന്റിമീറ്റർ ചുറ്റളവിലാണ് പുതിയതിന്റെ ഇത് വരുന്നതെങ്കിൽ വി ക്യാൻ സ്ട്രൈറ്റ് അവേ സേ ദാറ്റ് ദിസ് ഇസ് സെറ്റോസ. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കി, മറ്റേ രണ്ടെണ്ണം തമ്മിൽ ശരി there is some distinction, ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, പക്ഷേ ചില സ്ഥലത്ത് ഇന്റർലിങ്ക്ഡ്. അപ്പൊ സോ ദിസ് ഇസ് അനദർ പ്രോബ്ലം. ഡേറ്റ ഇത് നമുക്ക് ഒറ്റയടിക്ക് ഒരു വര വരച്ച് തിരിക്കാൻ പറ്റൂല. അതേസമയം ഇതിനെ രണ്ടിനും മറ്റേ പച്ചേനെയും ബാക്കിയുള്ളതിനെ നമുക്ക് തിരിക്കാൻ പറ്റും. ബട്ട് ഹിയർ ദ അതർ പ്ലേസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. സോ അവർ അൽഗോരിതംസ് വിൽ ട്രൈ ടു സെപ്പറേറ്റ് ദിസ്. നമ്മൾ മെഷീൻ ലേണിംഗ് പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി ഇതിനൊരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്റർമിങ്കിൾഡ് ഡേറ്റനെ നമ്മൾ എങ്ങനെ തിരിച്ചെടുക്കാവുന്നതാണ്. അതിനുള്ള അൽഗോരിതംസ് ഉണ്ട്. ആളുകൾ പലതരം അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇൻ യുവർ തേർഡ് ഓർ ഫോർത്ത് ഓർ ഫിഫ്ത്ത് സെം യു വിൽ ലുക്ക് അറ്റ് ദോസ് അൽഗോരിതംസ്. ഞാൻ അതിന്റെ ഒരു ജിസ്റ്റ് പറഞ്ഞുള്ളൂ. നമുക്ക് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ അൽഗോരിതംസ്. അപ്പൊ അതിൽ ഒരു അൽഗോരിതം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് അൽഗോരിതം. കെ നിയറസ്റ്റ് നെയ്ബർ എന്നൊരു അൽഗോരിതം, അത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ പൂവിന്റെ പ്രോബ്ലം തന്നെ എടുത്തു. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ നമുക്ക് 3 തരം പൂവുണ്ട്. അപ്പൊ ഒരു പുതിയ പൂ ഒരാൾ പറിച്ചുകൊണ്ട് പോകും. അപ്പൊ അതിന്റെ മെഷർമെന്റ് എടുത്തു. മെഷർമെന്റ് മാത്രം നമുക്ക് ഏത് പൂവായിരിക്കും അയാൾ പറിച്ചതെന്ന് പറയാൻ പാടില്ല. അപ്പൊ നമ്മള് ചെയ്യാവുന്നത് ഈ ഫീച്ചർ സ്പേസിൽ നമുക്ക് പൂക്കളെ ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പുതിയതായി കൊണ്ടുവന്ന പൂ ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പ്ലോട്ട് ചെയ്യാം. സേ മേ ബി 1 point you will get. അപ്പൊ ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു 10 അയൽക്കാരെ എടുക്കും. ഈ 10 അയൽക്കാരെ അത് നമ്മൾ നേരത്തെ പിടിച്ചു വെച്ചിരിക്കുന്നത് 10 അയൽക്കാരെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ 10 അയൽക്കാരുടെ ഭൂരിപക്ഷം ഏതാണ്? അതാണ് കെ നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് എടുത്തിട്ട് അതിൽ മെജോറിറ്റി ആരാണ്, ആ മെജോറിറ്റീനെ നമ്മൾ കയറ്റും. ആ മെജോറിറ്റിയിലുള്ള ആയിരിക്കും നമ്മൾ okay, that is your faculty, so it applies to okay, those latecomers, please note that I will not admit you after 10 minutes. So I think even some faculty has joined late. That is not a good idea. Okay, so what I was telling is that so your K nearest neighbor algorithm is something like this. You can have a look at this one. See, these are in feature space. These are the points where the flowers lie. So your that white thing is that unknown flower. അപ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഇരിക്കുന്നതിന്റെ സ്ഥലത്ത് ഒരു ചുറ്റുവട്ടത്ത് ഉള്ള ഒരു 5-8 ഫ്ലവറിനെ നോക്കും, ഒരു K നമ്പേഴ്സിനെ നോക്കിയിട്ട് വിച്ച് ഈസ് ദ ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ദിസ് ഇസ് വൺ കൈൻഡ് ഓഫ് അൽഗോരിതം. നേരത്തെ ഞാൻ പറഞ്ഞ ദിസ് ഇസ് അനദർ ഐഡിയ ഓഫ് സപ്പോർട്ട്. നമ്മൾ വര വരച്ച് മറ്റേ ഇത് രണ്ടും തമ്മിൽ ഒരു വര വരച്ചിട്ടുള്ള അൽഗോരിതം ഉണ്ടായിരുന്നില്ലേ, നമ്മൾ കുട്ടിയെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തേ. ആ അൽഗോരിതം ഇതാണ്, നമുക്കൊരു വര വരയ്ക്കുന്ന അൽഗോരിതമാണ്. ഇനി ഡിസിഷൻസ് ഉണ്ടാകും, ഡിസിഷൻ ട്രീസ് ഉണ്ട്. നമുക്കിങ്ങനെ
അത് ഒരു പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് ലെന്ത് ഇത്രയാണോ, വെൽത്ത് ഇത്രയാണോ, അതിന്റെ ഇൻഡെക്സ് എത്രയാണ്. അപ്പൊ ഇങ്ങനത്തെ നമുക്കൊരു പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പെറ്റൽ ലെന്ത് 2.5 ലെസ് ആണെങ്കിൽ അപ്പൊ സംതിങ് ഓൾ ജിനി ഇൻഡെക്സ് ഇങ്ങനത്തെ ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോഗ്രാഫ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഇത് കൂടാതെ ഇത്ര 100 കണക്കിന് അൽഗോരിതംസ് വെച്ചിട്ട് നമുക്കൊരു ട്രീ സ്ട്രക്ചർ, ഫോറസ്റ്റ് സ്ട്രക്ചർ ഒക്കെ ഉണ്ടാകും. I'm not going to explain now. We have several ideas like the ensemble classifiers, neural networks. I see all of them you will learn later. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ സ്ഥാനത്തിന് അടുത്തേക്ക് പോവാം. ഞാൻ ഇവിടെ പറഞ്ഞപ്പോ നമ്മള് ഇതിന്റെ പടം കണ്ടപ്പോ എവിടെ ദിസ് വൺ ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് സ്പ്ലിറ്റ് ചെയ്തായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് മിങ്കിൾ ചെയ്തായിരിക്കുന്നത്. ഇഫ് യു സീ ഹിയർ ദിസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് മിങ്കിൾഡ്. ഈ മിങ്കിൾ സ്ഥാനത്തെ ഒന്ന് നമുക്ക് നേരെ ആക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ അതിന് ചില മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് ആളുകൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിലൊന്നാണ് കെർണൽ മെത്തേഡ്സ് എന്ന് പറയും, കെർണലുകൾ എന്ന് പറയും. അതെന്താണെന്ന് ഞാൻ പറയാം. അത് നല്ല രസമുള്ളൊരു കാര്യം. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും മറ്റേ ജോമെട്രിക്കൽ ഡ്രോയിങ് കഴിഞ്ഞിട്ടില്ലേ, GD കഴിഞ്ഞിട്ടാണ് വന്നത് അല്ലേ, ഡ്രോയിങ്ങിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ടോപ്പ് വ്യൂ പഠിച്ചിട്ടുണ്ടാവും, മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞില്ല. അപ്പൊ അത് മോസ്റ്റ് പ്രോബ്ലി ഇലക്ട്രോണിക്സിനും കമ്പ്യൂട്ടറിലുള്ള ആൾക്കാർ എന്തിനാണെന്ന് പറഞ്ഞ് വെറുതെ എന്തിനാ പഠിച്ചതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഈ ഫീച്ചർ സ്പേസിലാണ് പോയിന്റുകൾ ഇരിക്കുന്നത്. ഫീച്ചർ സ്പേസിൽ ആണ് പോയിന്റുകൾ ഇരിക്കുന്നത്. സംഹൗ നമുക്ക് അതിന്റെ ഈ ഫീച്ചറുകളുടെ ഒരു ടോപ്പ് വ്യൂ ആണ് കിട്ടിയതിരിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് മൂന്ന് ഡയമെൻഷനുള്ള ഒരു ഫീച്ചർ സ്പേസ് ആണ്. എന്തോ കാരണവശാൽ ഈ ഫീച്ചർ സ്പേസിൽ ഒരു ടോപ്പ് വ്യൂ ആണ് നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെ ടോപ്പ് വ്യൂ കിട്ടിയപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ലെഫ്റ്റിലെ ഇൻപുട്ട് സ്പേസ് എന്ന് എഴുതിയിരിക്കുന്ന പടം നോക്കുകയാണെങ്കിൽ ആ ടോപ്പ് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ വി ലോസ്റ്റ് 1 ഡയമെൻഷൻ. ഒരു ഡയമെൻഷൻ കാണാതെ പോയത് കൊണ്ടാണ് നമുക്ക് ഈ ടോപ്പ് വ്യൂ മാത്രമാണ് കിട്ടിയത്. പക്ഷേ വി നോ ദാറ്റ് ദർ ഇസ് 1 more ഡയറക്ഷൻ, ദാറ്റ് ഇസ് വിച്ച് ഇസ് ലോസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഇതിൽ നിന്ന് ഈ അകത്തിരിക്കുന്ന ഈ സാധനത്തിൽ നിന്ന് സംഭവം ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷനിലൂടെ നിങ്ങൾക്ക് ഈ അഡീഷണൽ ഡയമെൻഷൻ കൂടെ കണ്ടുപിടിക്കാമെങ്കിൽ ഇത് ഇങ്ങനെ ആക്കി മാറ്റാൻ പറ്റും, ഇതിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കി, നിങ്ങൾ റൈറ്റിലുള്ള പടം നോക്കി, റിയൽ ആയിട്ടുള്ള ഫീച്ചർ സ്പേസ് റൈറ്റിൽ കാണുക. അപ്പൊ അതിന്റെ ഒരു ഡയമെൻഷൻ പോയതുകൊണ്ടാണ് നമുക്ക് ഈ ഇടതുവശത്ത് വന്നത്. അപ്പൊ നമുക്ക് ഈ ഇടതുവശത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഇൻപുട്ട് സ്പേസിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഇന്റർമിങ്കിൾഡ് ഡേറ്റയും കൂടെ നമുക്ക് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഒരു മേജർ റിസർച്ച് ഏരിയയാണ്. അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന വഴികൾ എങ്ങനെയാണെന്ന് കണ്ടു. അതിൽ കുറെ അൽഗോരിതങ്ങൾ ആളുകൾ കണ്ടുപിടിച്ചു വരുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഈവൻ ഇഫ് ഡേറ്റ ഈസ് ഇന്റർമിങ്കിൾഡ്, ദർ ആർ മെത്തേഡ്സ് ഇൻ വിച്ച് യു ക്യാൻ സെപ്പറേറ്റ് ഔട്ട് ഡേറ്റ. അതിന് അൾട്ടിമേറ്റ്ലി ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഒരു 3 to 4 ഇയേഴ്സിനുള്ളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇതായിട്ടുള്ളത് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞ ഒരു അൽഗോരിതമാണ്. അപ്പൊ ഇത് വി വിൽ കം ടു ദാറ്റ് ലേറ്റർ. അപ്പൊ നിങ്ങൾക്ക് മറ്റേ നിങ്ങൾ ഫേസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന മുഖമൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഇതുപോലെ പല ലെയറുള്ള ഒരു വമ്പൻ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യും. ഈ ചെയ്യുന്ന നെറ്റ്വർക്കിൽ നിങ്ങൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനുള്ള വഴികളുണ്ട്. ദിസ് ഓൾസോ വി വിൽ സീ ഇൻ എ ലേറ്റർ സെമസ്റ്റർ. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഈ മെഷീൻ ലേണിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു പ്രിലിമിനറി ഇൻഫർമേഷൻ. ഇനി നമുക്ക് ഈ സെമസ്റ്ററിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ നാളെ മുതൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ മേജർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ലെറ്റ് മീ സ്റ്റോപ്പ് ദി പ്രസന്റേഷൻ. നിങ്ങളുടെ മേജർ ജോബ് ഈ സെമസ്റ്ററിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് എൻവയറൻമെന്റ് കൃത്യമായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പൊ അത് ഈ പ്രോഗ്രാമിങ് പേടിക്കരുത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ക്ലാസ്സിലുള്ള 69 പേരുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് നോട്ട് എ ബാഡ് നമ്പർ എനിവേ. 69 പേരും ഇലക്ട്രോണിക്സ്
അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ മെക്ക, അങ്ങനെ എന്തോ വേറെ മറ്റ് ബ്രാഞ്ചുകൾ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ആളുകൾ എന്നോട് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പറ്റിയല്ല. നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പറ്റും. പ്രോഗ്രാമിംഗ് ഈസ് വെരി ഈസി. നിങ്ങൾ അത് പഠിക്കേണ്ട ഡയറക്ഷനിൽ പഠിക്കാത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സ്കൂളിലൊക്കെ ആളുകൾ നിങ്ങൾ ചില പ്രോഗ്രാമിംഗ് വെറുപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രോഗ്രാമിംഗ് വെറുക്കാനുള്ള ഒരു സാധനമല്ല. പ്രോഗ്രാമിംഗ് നല്ല രസകരമായിട്ട് നമുക്ക് ആസ്വദിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ചും പൈത്തൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ വളരെ ഈസിയാണ്. ദർ ഇസ് നത്തിങ് കോംപ്ലിക്കേറ്റഡ്. നിങ്ങൾ ആദ്യം ഒരു ഇനീഷ്യലി ഒന്ന് സെറ്റപ്പ് ചെയ്ത് തരട്ടെ, പിന്നെ യു ക്യാൻ വെരി ഈസിലി ഡു. അപ്പൊ നിങ്ങൾ പ്രോബ്ലംസും അതിന്റെ റിയൽ വേൾഡ് സാധനങ്ങളും ചെയ്താൽ നിങ്ങൾ കുറച്ചുകൂടെ അതിനൊരു, ഞാനപ്പോൾ അങ്ങനത്തെ എൻ്റെ എക്സർസൈസുകളെല്ലാം ഞാൻ കുറച്ച് റിയൽ വേൾഡിൽ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന തരം കോഡുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒന്നായിരിക്കും. ഇനി ഈ കോഴ്സിന് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു റെഫറൻസ് ബുക്ക് ഉണ്ട്. So where is that reference? I will show that reference book. Okay, this one. Yeah. Hope you are seeing that reference. So this is the reference book, University prescribes. അത് ഞാൻ മൂഡിൽ ഇത് സംബന്ധിച്ച് ഇതിന്റെ ഐപാഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. You can buy, or else you can try getting it from your library or somewhere. So I'll post something here. Okay. Wait a second. I will give some Amazon link also where you can find the just presenting. Please wait a second. I'll give a link from which you can so I have posted something in the chat box. You can have a look at it. So that is a book, and there are a lot of other resources regarding Python. Python is a very popular language, and there are a lot of other courses. There are other resources. I think most of you have that Coursera access. Coursera nalla resources vere. You can try out additional resources from there. I strongly recommend you to look for extra things. Okay. So get hold of your book. Then what else? Now let us look at how you will start your exercises. അതാണ് അടുത്തത് നമുക്ക് വേണ്ടത്. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ കോഴ്സിലെ എക്സർസൈസുകളും മറ്റ് സാധനങ്ങളും ചെയ്യാൻ പോകുന്നത്. പൈത്തൺ കോഡ് എഴുതാനായിട്ട് നിരവധി പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചില സാധനങ്ങൾ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൽ നിങ്ങളുടെ സിലബസിൽ ഒന്നോ രണ്ടോ ഐഡിയൽ എന്നൊക്കെ പറഞ്ഞ എൻവയറമെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി ഔട്ട്ഡേറ്റഡ്. ആ എൻവയറമെന്റ് തന്നെ പഠിക്കണമെന്നില്ല. പൈത്തൺ ആണ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ എൻവയറമെന്റ് അല്ല. അപ്പം ഞാൻ ഈ എൻ്റെ ലെക്ചറിൽ ജൂപ്പിറ്റർ നോട്ട്ബുക്സ് എന്ന് പറഞ്ഞ ഒരു ടൂളായിരിക്കും ഉപയോഗിക്കുക. എൻ്റെ ലെക്ചറിൽ ഞാൻ ഉപയോഗിക്കുന്ന ടൂള് ജൂപ്പിറ്റർ നോട്ട്ബുക്സ് ആയിരിക്കും. ഐ വിൽ ജസ്റ്റ് ഷോ യു വാട്ട് ഈസ് ജൂപ്പിറ്റർ നോട്ട്ബുക്സ്. Let me present it. Present Chrome tab. This is Jupyter notebook. Okay. So this is
Jupyter Notebook. Jupyter Notebook web-based ആയിട്ടുള്ള ഒരു പൈത്തൺ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എൻവയറൺമെന്റ് ആണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ബൈ ദ വേ, I will be posting one survey on Moodle. I have done the survey, already done the survey for Attingal. For the other two colleges, I just want to know one thing. See, whether you have a laptop at home or you are working from mobile. Because I need some tools for the people with mobiles. So Jupyter tools may not very properly work with your mobile. So I will give an alternate suggestion. That is why. So I will be putting up one survey tonight into the Moodle. So I just want to know how many people are not having notebook. You tell me the truth, because telling the truth is always very good. ഞാൻ ഇവിടെ എൻ്റെ കോളേജിൽ ഒരു സർവേ നടത്തിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സിന് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരാള് പേരന്റ് പറഞ്ഞതാണെന്നാണ് പറഞ്ഞു. ദാറ്റ് ഇസ് എ വെരി ഗുഡ്. ആക്ച്വലി ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് ആൻസർ, ബിക്കോസ് ഹി ഹാസ് ടോൾഡ് മീ ദ ട്രൂത്ത്. why you are taking minor എന്ന് ചോദിച്ചപ്പോൾ പേരന്റ് എന്നാണ് എനിക്ക് എഴുതുന്നത്. That's a very genuine answer. So as a person, I appreciate him. I will not mention him anyway, but that is a very genuine answer. So I need that answers clearly, because I will be designing your future lessons like that. So I will have some suggestions for people with the mobile and some other suggestions for people with laptops. So I need that thing. Now, today I will look at people this Jupyter environment. Some of you might have heard already. I will. So I'm taking this one, the remaining part, for the general public, so that those who are not already familiar, you can actually install the Jupyter using something called Anaconda. There is something called Anaconda Python. This is one of the most popular tools in which you can install all machine learning and Python or Jupyter notebooks, all of the data science tool blocks, or say the one set I was mentioning. See, you can install this particular toolbox onto your computer. So I will be using Anaconda Python on Jupyter. I will be using Jupyter using Anaconda. So what you should do is you should install Anaconda onto your computer. This is available for all three major platforms: Linux, Windows, and MacBook. So if you are having mobile, you have a different. We will be taking a different approach. So those with mobiles, please wait. So you go to this Anaconda and download the latest version. So I will just show you how to install it on Windows. I think most of the people are having Windows. Those who are having Linux, the steps are similar. Personally I'm using Linux machines, but I think among you, or most of the people are having Windows. So that is why I will just demo how this is done on Windows. So wait a second, I will start that demo here. You stop presenting. So let me come to that Anaconda installation. Okay. Starting up. What happened? So I'm trying to open up. Okay. Yeah. Right. Yes. Share. So there is this. You go to the Anaconda site, which I showed you.
So once you go to the Anaconda site, say this is what I am going to. I'm going to Anaconda site. Let's see again. I go to the anaconda.com. There you will see this web page. So let it come up. So this web page you will see. So you will find out Anaconda distribution download. You look for Python 3.7 or later. Maybe I think today when I saw it was Python 3.8 or so. So see, you go for Python 3. Download Python 3. Series version. There are two Pythons. You download Python 2.3 series Anaconda. So it is pretty big, like 600 MB or so. If you are having trouble, you install it from one of your friends, or get it copied from one of your friends. Now you start installation. So this will ask a couple of questions like licenses, etc. You can see the all uses or something. You can just go on to installation directory. You can choose. Then maybe you can click next. So once where you should install. Maybe you can if you have a C drive or D drive. Here it is important. You choose. Don't the second option you choose. The second option you should choose. I have shown it clearly on this one. Then it will start installation. So maybe it will take some 2-3 minutes for the installation to complete. Once that is complete, you have your Anaconda ready. Your Python environment is ready. So this is what you should do. Once you have done that, you should open up your this thing, and you will see something called Anaconda Navigator there. Anaconda Navigator. This will be opening up the Anaconda Navigator. You can open up Anaconda Navigator program on your computer, and you will see a lot of tools like Jupyter Lab, Jupyter, things like that. So you can click on Jupyter, Jupyter Notebook. So you can start a new notebook. Your new Jupyter Notebook will look like this. So I will again show it on my Windows slowly. So this is how you install on your computer, on Windows. On a Linux machine, it is almost similar. So did I close my window? No. What happened? So, okay. Okay. So you can install Anaconda. I will post that this video there. You can just look at what I did, and you can see that. I think I have that video also. I've taken a screen recording of the installation and showed you. A video if you have a doubt, you can look at this. Otherwise, it is a very simple thing. On Linux also, the installation is very similar. You can go to your software manager or some the package manager. You can download and install. So your Anaconda Navigator. Now I will show you Anaconda. I'm running personally. I'm running Linux. I will show how Anaconda Navigator on my system works. So I think I will Anaconda. Let me open up Anaconda Navigator. You open up Anaconda Navigator, and inside. Okay, it's coming up. Let's wait for a second. So remaining lessons along with each lesson, I suggest you follow me doing things. Maybe I will post a couple of exercises onto Moodle. You can just copy it and follow me with the lessons. So I will show you what you should do. Let me present this again. Present now. Window. It's Anaconda. Okay. I hope this is coming up. Yeah. No, not this one. I just made a mistake here. I think I presented the wrong thing. Stop presenting. Yeah. Present now. So let me entire screen project. Okay. Send.
I hope you are able to see my Anaconda screen. So my Anaconda navigator screen will be something like this. I can launch Jupyter. See, here is my Jupyter. So when I click on this one, Jupyter will launch. Now I will show that Jupyter now. Since it takes a little bit of time to come up. Okay. And let me wait again, stop presenting. I will present this one again. A Chrome tab. So your Jupyter, you will get something like this. So you will get a platform like this. This platform you can start a Python 3 notebook here. Python 3 in notebook. Maybe let me again present that. I think my presentation is getting difficult. Stop. So now again. Chrome tab again. Where is this? But the Jupyter notebook platform open cheyidale ingane oru mechanism varikkum kitta. Ingane oru mechanism varikkum kitta. Idinagathe ningalku Python direct ആയിട്ട് എഴുതാം. ബ്രൗസറിൽ തന്നെ നിങ്ങൾക്ക് കോഡ് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് കുറെ സാധനങ്ങൾ ചെയ്യാം. നിങ്ങൾ പടം വരയ്ക്കുക, അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുക ഒക്കെ നിങ്ങൾക്ക് ഈ ബ്രൗസറിൽ നേരിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അടുത്ത ലെക്ചറിൽ ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് വെച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ലാപ്ടോപ്പ് ഉള്ള എല്ലാ ആളുകളും ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യും. അതായത് അനക്കൊണ്ട നാവിഗേറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എടുക്കണം. ഐ വിൽ പോസ്റ്റ് കപ്പിൾ ഓഫ് ലിങ്ക്സ് ടു ദി മൂഡിൽ. 3 സ്ഥലത്തെ മൂഡിലെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നാളെ I think I will take one lecture tomorrow at maybe around 10:30. Tomorrow 10:30 will be my next lecture. I will take a short lecture on writing Python programs with Jupyter. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് ചെയ്യേണ്ടത് ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. So let me see whether I can put it as an exercise. ഒരു എക്സർസൈസ് ആയിട്ട് ഞാൻ അവിടെ ഇടാൻ നോക്കാം. ഇനി ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇല്ലാതെ ലാപ്ടോപ്പ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അവർക്കുള്ള വഴി എന്ന് പറയുന്നത്, അവർക്കുള്ള പണി എന്ന് പറയുന്നത് ഇതല്ല. That I will show you. ഗൂഗിളില് okay, wait a second. Let me come to the other thing. Here. Wait. Yes. I think I am presenting the screen right now where, yeah, I am presenting this. Okay, let me stop presentation. Google has a feature called Colab, C-O-L-A-B. That I will show you now. Google Colab എന്ന് പറഞ്ഞ ഒരു feature ഉണ്ട്. നിങ്ങൾ Google എടുത്തിട്ട് what you should do is this. Take Google. Let me take Google. Let me present this again. I'll show. Okay. Sure. I hope you are able to see my screen. You go to Google. ഇത് ലാപ്ടോപ്പ് ഇല്ലാത്ത പാർട്ടികളാണ് ചെയ്യുന്നത്. ഗൂഗിളിൽ പോയിട്ട് കോലാബ് സെർച്ച് ചെയ്യാം. COLAB. Colab. And the others also can try. It says what happened. COLAB. COLAB. It's something, no, Colab. So you will find, you will reach a page called Google Colab. The Google Colab, Google Collaboratory എന്നാണ് ഗൂഗിളിനെ വിളിക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഗൂഗിള് ഈ നിങ്ങളുടെ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ പൈത്തൺ എക്സ്പെരിമെന്റ്സ് ചെയ്യാനായിട്ട്
ഉള്ള ഒരു ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ കോലാബ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇത്തിരി ഒരു നെറ്റ് കണക്ടിവിറ്റി വേണം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്യാവശ്യം നെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ ഞങ്ങളുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിന്റെ തന്നെയാണിത്. പക്ഷെ ഗൂഗിൾ ഓപ്റ്റിമൈസ് ചെയ്ത് അവരുടെ ക്ലൗഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ട്ബുക്ക് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം. അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. അവര് ഗൂഗിളിന്റെ ക്ലൗഡിൽ നിങ്ങൾക്ക് ഈ കോഡ് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് കോഡ് എഴുതണമെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പുതിയ ഒരു നോട്ട്ബുക്ക് തുടങ്ങണമെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് എ ന്യൂ നോട്ട്ബുക്ക്. Okay, you have to sign into the Google. It takes a little bit of time. You will let me sign in. നിങ്ങൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ okay, I think what is my password? I think that's my principal's account. So I'll take this one. So let me log in. What happened? Google is coming up. ഈ ഗൂഗിൾ കൊലാബിലും നിങ്ങൾക്ക് ഇതേ എക്സ്പെരിമെന്റുകൾ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന എല്ലാ എക്സ്പെരിമെന്റുകളും കോലാബിലും ചെയ്യാം. അത് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഇല്ലാത്ത ആളുകൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഈ കോലാബ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് മൊബൈലിലുള്ള ആളുകളൊന്ന് പരീക്ഷിച്ച് നോക്കണം. മൊബൈലിൽ മാത്രം ഇത് ചെയ്യുന്ന ആളുകൾ ഗൂഗിൾ കോലാബിൽ പോയിട്ട് ഇപ്പം നിങ്ങളുടെ സ്ക്രീനൊക്കെ കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. സ്റ്റിൽ യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങൾക്ക് കോഡ് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ പൈത്തൺ എഴുതാൻ പറ്റും. ഗൂഗിളിന്റെ ട്യൂട്ടോറിയൽ എല്ലാം ഉണ്ട്. ദോസ് വിത്ത് മൊബൈൽസ് ഷുഡ് ഗോ ടു ദിസ് സൈറ്റ് ആൻഡ് ട്രൈ ഔട്ട് വെദർ യു ക്യാൻ റീഡ്. അപ്പം നിങ്ങൾ ഒരു ബേസിക് റീഡിങ്ങും അവിടെ നടത്തണം. എന്താണ് കോലാബ്, എന്താണ് ഗൂഗിൾ, എങ്ങനെയാണ് പൈത്തൺ ചെയ്യുന്നതെന്ന് ഗൂഗിളിന്റെ ട്യൂട്ടോറിയൽ എല്ലാം അവിടെ ഉണ്ട്. യു ഷുഡ് റീഡ് ദാറ്റ് ആൻഡ് ദെൻ യു ഷുഡ് കം ബാക്ക് ഫോർ ദി നെക്സ്റ്റ് ലെക്ചർ. സോ അവർ നെക്സ്റ്റ് ലെക്ചർ I'm going to wind up. Our next lecture will be at 10:30 tomorrow. It will be again another short lecture for 40-45 minutes. I think we overrun by 10 minutes because okay, those I will tell you. I think the latecomers should come. The maximum late timings of admission will be 10 minutes. 10:30, 10:40. I will close admission. Then secondly, I need a communication channel. If I want to send you some message, etc. For attingal, I think I have an email. We have an mailing system here. For other colleges, I think I will send some message in Moodle or something, so that if I have to suddenly cancel something. So as I told you, first of all, in the first class itself, I told you that currently I am a principal here. So unforeseen ആയിട്ടുള്ള പല ഇവന്റ്സും പെട്ടെന്നുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും രീതിയിൽ ക്ലാസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്ന് സാധാരണഗതിയിൽ ഞാൻ ആളുടെ നേരത്തെ അറിയിക്കലുണ്ട്. എനിക്ക് കല്ലുപ്പാറയിലും കരുനാഗപ്പള്ളിയിലും അറിയിക്കാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ വന്നാൽ വാട്ട് ഐ വിൽ ഡു ഇസ് ഐ വിൽ പോസ്റ്റ് എ മെസ്സേജ് ഓൺ മൂഡിലിന്റെ അനൗൺസ്മെന്റിൽ ഉണ്ടാവും. എന്തെങ്കിലും നിങ്ങൾ എന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് കണ്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ലുക്ക് അറ്റ് യുവർ മൂഡിൽ പേജ്. ദർ യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ഓക്കെ, സോ വി വിൽ സ്റ്റോപ്പ് ഫോർ ടുഡേ. And if you have any issues or if you have any trouble and making or doing the experiments or exercises, you can contact me. I'll again put my my email ID here. This is here. Okay. This is my email. You can just mail me. Most probably, I will. In general, I try to answer all student mail as a policy. So, thank you for very much for watching this one. I think now 59 people are left. So, by the end of the semester, I think we will cut it down to 40 or 30. Thank you, and the class is over. Thank you.